തീരുമാനം. സഭാ പദവി ആവശ്യപ്പെട്ട പെന്തക്കോസ്ത് വിഭാഗം മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3-അംഗ കമ്മീഷനെയും നിയമിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ ദേവസ്യയും ഒപ്പമുണ്ട്. റോഷിപാലിലേക്ക് ആദ്യം. റോഷിപാൽ, ഈ ആവശ്യത്തിന് സർക്കാർ ഒപ്പം നിൽക്കുകയാണ്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സമയത്താണ് ഈ തീരുമാനത്തിന്റെ ഒരു എഫക്ട് എന്തായിരിക്കും? അത് ഏറ്റവും പ്രധാന നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കാരണം പെന്തക്കോസ്ത് സമൂഹം ഏറെക്കാലമായി അവർക്ക് സഭാ പദവി വേണമെന്ന ആവശ്യമുണ്ട്. കാരണം അവർക്ക് പലതരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിന് ലഭിക്കാത്തതിന് കാരണം ഈ സഭാ പദവി ഇല്ലാത്തതാണ്. സർക്കാർ ഒരു സഭയായി പെന്തക്കോസ്ത് സമൂഹത്തെ അംഗീകരിക്കണമെന്ന ആവശ്യമാണ്. വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് പെന്തക്കോസ്ത് സമൂഹം അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പലവട്ടം സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്നു. പെന്തക്കോസ്ത് വിഭാഗത്തെ അത് പെന്തക്കോസ്ത് സഭയായി തന്നെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് വിഭാഗത്തിലെ വിവിധ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏറെ നേരം ചർച്ചകൾ നടന്നു. വലിയ നിവേദനം കൊടുത്തിരുന്നു. പല ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു പെന്തക്കോസ്ത് വിഭാഗത്തെ സഭയായി അംഗീകരിക്കണമെന്നത്. അത് അംഗീകരിക്കുന്ന ഒപ്പം തന്നെ പെന്തക്കോസ്ത് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ പരിവർത്തിത വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു. 3-അംഗ കമ്മീഷനാണ്. വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. അവർ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുമെന്ന ഉറപ്പ് നേരത്തെ പെന്തക്കോസ്ത് സഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതുകൂടി ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. പെന്തക്കോസ്ത് ഉൾപ്പെടെയുള്ള പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കും. അത് വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിൽ TV അനുപമ, ജെറോമിക് ജോർജ് ഉൾപ്പെടെയുള്ള 3-അംഗ IAS കമ്മീഷൻ അവർ പഠിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനുള്ള തീരുമാനം, ആ നിർദ്ദേശമാണ് ഇപ്പോൾ മന്ത്രിസഭ നൽകിയിരിക്കുന്നത്. അങ്ങനെ പെന്തക്കോസ്ത് സഭാ സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിർണായക തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയാണ്. മാധു, സജോ ദേവസ്യ കൂടി വിവരങ്ങളുമായുണ്ട്. സജോ, ഈ പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. സംവരണവും ആനുകൂല്യവും അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് ആശങ്കകളും ആവശ്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു പഠന വിഷയമായി വരികയും അതിൽ ഏറ്റവും ആധികാരികമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക്, സംവിധാനത്തിന് മുന്നിലേക്ക് വരികയുമാണ്. മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്ക് ഒരു ഔദ്യോഗിക അംഗീകാരത്തിന്റെ പ്രശ്നം പലപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതേസമയം പരിവർത്തിത ക്രൈസ്തവരുടെ പ്രശ്നം വ്യത്യസ്ത സഭകളിലായി പരന്നു കിടക്കുന്നതുമാണ്. പൊതുവിൽ പരിശോധിക്കുമ്പോൾ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ പല ഗ്രൂപ്പുകളിലായി ചിതറിക്കിടക്കുന്നവരാണ്. സംസ്ഥാനത്ത് കാര്യമായ പ്രസൻസ് ഉണ്ടെങ്കിലും ആ നിലയ്ക്കുള്ളൊരു സാമൂഹിക അംഗീകാരത്തിന്റെ പ്രശ്നം പലപ്പോഴും ഉണ്ട് എന്നതാണ്. അതായത് പല സർക്കാർ വിജ്ഞാപനങ്ങളും ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പുറത്താണ്. ഉദാഹരണത്തിന് കത്തോലിക്ക സഭ പോലൊരു ഔദ്യോഗിക അംഗീകാരം ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ പലതും ഇറങ്ങുമ്പോൾ ഉദാഹരണത്തിന് ന്യൂനപക്ഷാനുകൂല്യം പോലെയുള്ളവ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 2019 ന്യൂനപക്ഷ കമ്മീഷന് നിരവധി പരാതികൾ ലഭിക്കുകയും ഒരു ശുപാർശ സർക്കാരിന് മുൻപിൽ വരികയും ചെയ്തതാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങളെ സഭയായി തന്നെ അംഗീകരിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഒരു സാമൂഹിക വിഭാഗം എന്ന നിലയ്ക്കുള്ള അംഗീകാരവും അതിന് നിയമപരമായ പരിരക്ഷയും ലഭ്യമാവുക. അപ്പോൾ മാത്രമാണ് അവർ പലപ്പോഴും സൊസൈറ്റികളായി മറ്റും രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അംഗീകാരങ്ങളോ ലൈസൻസോ, ഒരു ആരാധനാലയം പ്രവർത്തിക്കണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് ലഭ്യമാകണം. അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർ ഒരു അംഗീകൃത സഭയല്ലാത്തത് പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട്. എന്ന് മാത്രമല്ല, പരിവർത്തിത വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഈ വിഭാഗങ്ങളിൽ നിന്നാണ് എന്നാണ്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകളിലാണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ സാമൂഹിക പിന്നോക്കാവസ്ഥ കാര്യമായി അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പെന്തക്കോസ്ത് സഭകളിൽ ചേരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യം ലഭ്യമാകാതെ പോകുന്നുണ്ട്. അവരുടെ മതം ഒരു ഘടകമായി വരുമ്പോൾ അവരുടെ സാമൂഹിക പശ്ചാത്തലം പരിഗണിക്കപ്പെടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് പ്രത്യേകമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ പെന്തക്കോസ്ത് സഭകളുടെ പൊതുവേദി പല ഘട്ടങ്ങളിലായി സർക്കാരിന് മുന്നിൽ പല റെപ്രസന്റേഷനും വെച്ചിരുന്നു. തങ്ങൾക്ക് ഈ വിധമുള്ള അംഗീകാരങ്ങൾ ലഭ്യമാകണം, അതനുസരിച്ചുള്ള രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളും. പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കാര്യമായ പ്രസൻസ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും അതൊരു
രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുതയായി നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നിയമപരമായി പല രേഖകളിലും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, ഔദ്യോഗിക അംഗീകാരങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ പെന്തക്കോസ്ത് വിഭാഗം എന്നത് പലപ്പോഴും അവർക്ക് ഈ അംഗീകാരം, ഈ ഒരു പ്രിവിലേജ് സഭകൾക്ക് ലഭ്യമാകുന്ന, പൊതുവായി എല്ലാ മതവിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അത് പക്ഷേ ക്രൈസ്തവരുടെ കാര്യത്തിൽ സഭകൾ എന്ന നിലയ്ക്കാണ് പരിഗണിക്കപ്പെടാറ്. ആ പരിഗണന ലഭ്യമാകാൻ വിവരങ്ങൾ നൽകിയത്. പെന്തക്കോസ്ത് വിഭാഗത്തിന് സഭാ പദവി നൽകാനുള്ള സുപ്രധാന